എൻ്റെ പേര് പ്രീതി എന്നാണ്. ഞാനിവിടെ എറണാകുളത്ത് നിന്ന് വരുവാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് നവംബറിലാണ്. ആക്ച്വലി ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. എൻ്റെ ഹസ്ബൻഡ് ക്രിസ്ത്യനും ഞാനൊരു ഹിന്ദു ആയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആളുടെ മരണശേഷം എനിക്കൊരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി മെൻ്റലി ഒക്കെ ഞാൻ ഭയങ്കര ഡൗൺ ആയ ടൈമായിരുന്നു. ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് മരിച്ചു, അതിനെ തുടർന്ന് എൻ്റെ അച്ഛൻ മരിച്ചു, പിന്നെ എൻ്റെ അമ്മ ഹോസ്പിറ്റലൈസ്ഡായി. ഇപ്പോഴും ഒരു 4 months ആയിട്ട് എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ തന്നെയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഡൗൺ ആയി. എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരോ എൻ്റെ ഫാമിലിയിൽ നിന്ന് വേറെ ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ അച്ഛൻ്റെ മരണം, അമ്മയുടെ വയ്യായിക, ഞാൻ ഭയങ്കര ഡൗൺ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ ചെന്നു. വേറെ എൻ്റെ മുന്നിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ നിന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം, മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ നവംബറിൽ വരുവാണ് ചെയ്തത്. വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ വെച്ചത് എൻ്റെ അമ്മയുടെ അസുഖം ഭേദമാകണമെന്നാണ്. എൻ്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് 1 side കംപ്ലീറ്റ് വീക്ക്നെസ്സാണ്. അമ്മയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അപ്പം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുന്ന സമയത്ത് ആ 5:30 ടൈമിന് പ്രെയറൊന്നും ചൊല്ലാൻ പറ്റില്ല. അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ 1 week കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, അമ്മയ്ക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം ഞാൻ OET എഴുതി. അപ്പോൾ OET എഴുതാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു, ക്യാഷൊന്നും തികയത്തില്ലായിരുന്നു, ഒന്നും ആയിട്ടില്ല. എന്നാലും ഞാനിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അമ്മ OET എഴുതണം, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് കോച്ചിങ്ങിന് പോകാൻ പൈസ ഇല്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജോലിയുണ്ട്, പക്ഷേ എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റലൈസേഷന് എന്നെ കംപ്ലീറ്റ്ലി എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസൊക്കെ ഭയങ്കര ഡൗൺ ആയി. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു. കോച്ചിങ്ങിന് പോകാൻ പൈസയില്ല. ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചു. തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന സമയങ്ങളിൽ പഠിച്ചു. ലാസ്റ്റ് ടൈം ആയപ്പോൾ ഒരു 3 റൈറ്റിംഗ് എനിക്കൊരു ഫ്രണ്ട് കറക്ഷൻ തന്നു, ഒരു 5 സ്പീക്കിംഗ് തന്നു. അപ്പം ഞാൻ ഇതിനു മുന്നേ കോച്ചിങ്ങിന് പോയി പഠിച്ചിട്ട് എനിക്ക് 3 പ്രാവശ്യം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് എക്സാം ഹാളിലെത്തിയപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെന്നു, വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി. അപ്പം അമ്മയുടെ രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് എടുത്ത് വെച്ചു. അപ്പോൾ റൈറ്റിങ്ങിൻ്റെ ടാസ്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. കാരണം എനിക്ക് അറിയില്ല എന്താ എഴുതേണ്ടതെന്ന്. ആകെ 3 റൈറ്റിങ്ങേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ എഴുതിയ റൈറ്റിങ്ങിലൊന്നും ഞാൻ ഈ എഴുതിയൊരു ഫോർമാറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുക. എനിക്ക് എന്ത് എഴുതണം, ഒന്നും എഴുതാൻ കിട്ടുന്നില്ല. അപ്പം ഞാൻ മാതാവിനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുതി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ലെറ്റർ എഴുതിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. കാരണം എനിക്ക് റീഡ് ചെയ്യാനൊരു മടി. കാരണം ഞാൻ എഴുതിയതിനകത്ത് തെറ്റുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ട്. അത് കറക്റ്റ് ചെയ്യാൻ അറിയില്ല. 10 മിനിറ്റ് കൊണ്ട് ലെറ്റർ എഴുതിയിട്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എഴുതുക, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക. OET എക്സാമൊക്കെ എഴുതി. കിട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് റിസൾട്ട് നോക്കുന്നത്. എനിക്ക് കിട്ടുമെന്നൊരു യാതൊരു പ്രതീക്ഷയില്ല. അമ്മ അനുഗ്രഹിച്ചാൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടിയാൽ അതൊരിക്കലും ഒരു അത്ഭുതമായിരിക്കില്ല. എനിക്ക് എന്താണോ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് അത് കിട്ടുമ്പോഴാണ് ഒരു അത്ഭുതമാവുന്നത്. അപ്പം ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കിടക്കുവാണ്. അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. റിസൾട്ട് വരുവാണ്. അമ്മയുടെ ഒരു അനുഗ്രഹം കാരണം എനിക്ക് OET കിട്ടി. ഞാൻ അനുഭവിച്ച ഒരു വിഷമം കാരണം
ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു ഒരുപാട്. അതും ഇതുപോലെ ഞാൻ നിയോഗം വെച്ചു, എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറ്റിത്തരണം. അപ്പം ഞാനൊരു ലോണിന് അപ്ലൈ ചെയ്തു. കാരണം എൻ്റെ പ്രോപ്പർട്ടിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ലോണിന് അപ്ലൈ ചെയ്തപ്പോൾ എല്ലായിടത്തും റിജക്റ്റായി പോവാണ് ലോണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറണ്ട് അഡ്രസ് പ്രൂഫ് ഇല്ല. എൻ്റെ വീട് ട്രിവാൻഡ്രം, ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം, കറണ്ട് അഡ്രസ് പ്രൂഫ് ഇല്ല. പിന്നെ പാൻ കാർഡ് കറക്റ്റല്ല, മിസ്സിങ് ആണ് പാൻ കാർഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തന്ന് റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തെടുത്ത്, എനിക്കറിയില്ല, ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ ലോൺ എനിക്ക് ശരിയാകുന്നില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ലോൺ അപ്ലൈ ചെയ്തെടുത്തുന്ന ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു, ഫണ്ട് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. അവർ പിറ്റേ ദിവസം എനിക്കൊരു കോൾ വന്നു, ഇതുപോലെ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നല്ലേ, കറണ്ട് അഡ്രസ് പ്രൂഫ് ഇല്ല, സാരമില്ല, അതൊന്നും പ്രശ്നമല്ല, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു. കറണ്ട് അഡ്രസ് പ്രൂഫ് ഇല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ലോൺ ഓക്കെ ആയി. 19-ാം തീയതിയാണ് എൻ്റെ ഉടമ്പടി കഴിയുന്നത്. അതായത് ഇന്നലെ എൻ്റെ ലോൺ മെനിഞ്ഞാന്ന് ക്ലിയറായി. അപ്പോൾ ഒന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാനൊരു കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിനെന്താ സൊല്യൂഷൻ എന്ന് ആരുടെയെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിളിച്ചു ചോദിച്ചപ്പം പറഞ്ഞു, നീ ഇപ്പോഴൊന്നും നിനക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല, നിൻ്റെ സമയം ഭയങ്കര മോശമാണ്, ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നിനക്കില്ല, നീ എന്തോരം പ്രാർത്ഥിച്ചിരുന്നാലും ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു സംഭവം നിനക്ക് ഇപ്പം ഇല്ലാതെ നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ട് നിൻ്റെ അവസ്ഥയ്ക്കൊന്നും ഒരു മാറ്റവും വരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ 3 മാസം എൻ്റെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. അതിന് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുവാണ്, ആ അത്ഭുതങ്ങൾ സംഭവിച്ചതിന്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിങ്ങനെ. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ ആദ്യമായിട്ടാണ്. കാരണം എല്ലാവരും പറയും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സംഭവിച്ച അത്ഭുതം, എൻ്റെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ 3 മാസങ്ങൾ കൊണ്ട് നടന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ. അതായത് മനുഷ്യനും എന്താ പറയുക, എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല, ഒരു മനുഷ്യനും എന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായ അവസ്ഥകളിൽ അത് മാക്സിമം എന്നെ ഒറ്റപ്പെടുത്താനേ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളൂ. എനിക്ക് റിലേറ്റീവ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു വിഷമം പറയാൻ പോലും എൻ്റെ അമ്മ പോലും, ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കത് അമ്മയ്ക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേറ്റിലായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഞാൻ എൻ്റെ വിഷമങ്ങൾ അമ്മയോട് പറഞ്ഞു, എല്ലാം എനിക്ക് മാറ്റി തന്നു. അതെൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്താണോ കിട്ടിയത് അതിവിടെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തി. ഇപ്പം ഞാൻ കാരണം ഈ OIT കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഇല്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാമെന്ന് വേറെ ഒരു വഴിയില്ല. കാരണം എനിക്ക് മുന്നോട്ട് പോകാൻ ഞാനൊന്നും കാണുന്നില്ല. ഇങ്ങനെ സ്റ്റക്കായി ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുവാണ്. ബാക്കിലോട്ട് തിരിയാൻ പറ്റുന്നില്ല, ഫ്രണ്ടിലോട്ട് തിരിയാൻ പറ്റുന്നില്ല, സൈഡിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഒരു സൈഡിൽ അമ്മയുടെ അവസ്ഥ, ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ്, ജോലിയുടെ കുറേ ടെൻഷൻസ്, അങ്ങനെ ഒരു സൈഡിലോട്ട് എനിക്ക് പോകാൻ പറ്റാതെ സ്റ്റക്കായി ഞാൻ നിൽക്കുക. കാരണം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ ജീവിക്കാൻ. അപ്പോൾ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, വേറെ ഒരു ഓപ്ഷൻസ് ഇല്ല എൻ്റെ മുന്നിൽ. പക്ഷേ ഞാൻ ഇവിടെ വന്നത് കറക്റ്റ് ടൈമായിരുന്നു. എനിക്ക് തരാനുള്ളതെല്ലാം അമ്മ തന്നു. ഇപ്പം ഞാൻ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അമ്മയോടുള്ള നന്ദി പറഞ്ഞാൽ തീരില്ല. ആര് കൈവിട്ടിരുന്നാലും അമ്മ കൈവിടില്ല എന്ന് എനിക്കിപ്പം മനസ്സിലായി. കാരണം എൻ്റെ ലൈഫിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ചിലപ്പോൾ ഞാനിത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് അമ്മയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ ലൈഫ് ഇന്ന് ഈ തരത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് അമ്മ മാത്രമാണ് കാരണം. നമ്മുടെ ഒപ്പം ആരുമില്ലെങ്കിലും അമ്മ ഉണ്ടായിരുന്നാൽ മതി. അമ്മ എല്ലാം നടത്തും, എല്ലാ വിഷമങ്ങളും മാറ്റി, നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റി നമ്മളൊരു ഹാപ്പി ആയിട്ട് അമ്മ നമ്മളെ മുന്നോട്ട് നടത്തും. എനിക്കിങ്ങനെ എനിക്ക് അറിയില്ല എന്താന്ന്, പക്ഷെ ഞാൻ പറയുവാണ്, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത് കൂടുതൽ എനിക്ക് വാക്കുകളൊന്നും പറയാനില്ല. എനിക്കിത് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് ഇതായിരുന്നു എൻ്റെ ആ എക്സ്പീരിയൻസ്.